സാറേ, സാറിനറിയാവോ, എന്നെ മറന്ന് എന്റെ അർച്ചനയ്ക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. അർച്ചനയുടെ മനസ്സിലോ ജീവിതത്തിലോ ഞാനല്ലാതെ മറ്റൊരാൾക്കും ഒരു കാലത്ത് സ്ഥാനമില്ല. ഇറങ്ങി ഓടോ. അമ്മേ, അമ്മേ, അമ്മ എന്തിനാ കരയുന്നേ? ആരാ അമ്മയോട് ബഹളം വെച്ച്? അച്ഛനാരോ വഴക്കുറയുന്ന കേട്ടല്ലോ. അമ്മയാണോ? അതിനാണോ അമ്മ കരയുന്നേ? കരയണ്ടാട്ടോ. ഇനി അമ്മ വഴക്ക് പറയരുതെന്ന് ഞാൻ അച്ഛനോട് പറയാം, കേട്ടോ? അർച്ചനയുടെ മനസ്സിലോ ജീവിതത്തിലോ ഞാനല്ലാതെ മറ്റൊരാൾക്കും ഒരു കാലത്ത് സ്ഥാനമില്ല. നിങ്ങൾ എന്റെ ഭാര്യയെ ഇത്രയും കാലം തടവിലിട്ടിരിക്കുകയായിരുന്നു. അവളെയും കൊണ്ടേ ഞാൻ പോവും. മോനെ, അയാൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? അമ്പലത്തിലും വഴിയിലും ഇവിടെയൊക്കെ വന്ന് അയാൾ ഇത്രയൊക്കെ പറയണമെങ്കിൽ സമൃദ്ധ അയാൾക്ക് അറിയാമായിരിക്കോ? ഫോണിൽ എന്തോ തെളിവുകളുണ്ടെന്നും രാജീവിനെല്ലാം അറിയാമെന്നും പറഞ്ഞു. ഇനി അവര് തമ്മിൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും, നമ്മൾ ഭയക്കുന്നത് പോലെ അരുതാത്തത് എന്തെങ്കിലും നടക്കാൻ പോകണം. സമൃദ്ധയുടെ രീതികളിലും അമ്മയ്ക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. ചികിത്സ കഴിഞ്ഞ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടും അത് പുറത്തു കാണിക്കാത്തതാണോ? അമ്മ എന്തൊക്കെയാ പറയുന്നത്? സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവാണ് സച്ചി എന്നുള്ള തിരിച്ചറിവുണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടായോ? സച്ചി ഇവിടെ നിന്ന് എത്രയും ബഹളം ഉണ്ടാക്കുമ്പോ അവൾ അവനോട് ഇറങ്ങി പോവില്ലേ? ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു പെണ്ണും അതേ ചെയ്യൂ. ഇത് അയാളുടെ ഭ്രാന്ത്. മോനെ, ഈ വീട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യം മോനെ അറിയാലോ. എന്റെ മോന്റെ ജീവിതം ഒരു തുലാസി തൂങ്ങി ആടുകയാണിപ്പോ. സമൃദ്ധ കൂടി പോയാ അതോടെ എല്ലാം പോയി. പണ്ട് നിന്നെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അന്ന് ശിശിരെ വിവാഹം കഴിച്ചു തരാൻ എനിക്കും ഗോകുലിനും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പോ നീ ഞങ്ങൾക്കെല്ലാം ഒരുപാട് പ്രിയപ്പെട്ടവനാ. ഗോകുല് നിന്നെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കുന്നത്. അവന്റെ ജീവിതം ഇല്ലാതായി പോവാൻ നീ ഒരിക്കലും ആഗ്രഹിക്കില്ലെന്ന് ഈ അമ്മയ്ക്കറിയാം. സത്യം മാത്രമേ അമ്മയുടെ മോൻ പറയാവൂ. സച്ചി പറഞ്ഞിട്ട് പോയതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ മോനെ? ഈ കുടുംബത്തിനോ എന്റെ അളിയനും ദോഷം വരുന്നൊന്നും ഞാൻ ചെയ്യില്ല. അവൻ എന്തോ ഭ്രാന്ത് പറഞ്ഞിട്ട് പോയതാ. അപ്പോ അമ്മയുടെ ആഗ്രഹം പോലെ നടന്നല്ലോ അല്ലേ? അതൊക്കെ ശരി തന്നെ. പൂജ മുടങ്ങിയതിൽ എനിക്ക് സന്തോഷം തന്നെയാ. അവളിനി പഴയതൊന്നും ഓർക്കാനും പോകുന്നില്ല. പക്ഷേ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെന്താ? ആശ്രമത്തിൽ വെച്ച് അവന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതും പോരാതെ അവനിപ്പോ ദേ ഈ മുറ്റത്ത് വന്ന് ബഹളം വെച്ചിരിക്കുന്നു. ഇവിടെ നടന്ന അംഗം മോളൊന്നും കാണേണ്ടതായിരുന്നു. ഒടുവിൽ ഗോകുൽ അവനെ തല്ലി ഗേറ്റിന് പുറത്താക്കി ഗേറ്റ് പൂട്ടി. അവൻ ഇനിയും വരുമെന്ന് വെല്ലുവിളിച്ചിട്ടാ പോയിരിക്കുന്നത്. എന്നിട്ട് സമൃദ്ധയോ? അവളെന്തു പറഞ്ഞു? അവൾ എന്തേലും പ്രതികരിച്ചോ? എന്തു പ്രതികരിക്കാൻ? അവനെ മൈൻഡ് പോലും ചെയ്തില്ല. അതിനവൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിലല്ലേ. അത് മാത്രല്ല, അവൻ ഇത് തന്നെയല്ലേ സ്ഥിരം പണി. കാണുന്ന എല്ലാ പെണ്ണുങ്ങളും അവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പോയി കയ്യെ കയറി പിടിക്കുക. അതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറുക. അവൻ അങ്ങനെ ഒരുത്തനാ. എന്തായാലും അവനെ കൊണ്ട് ഇപ്പൊ ഞങ്ങൾക്കുണ്ടായത് ഒരു ഗുണം തന്നെ. ഓ, എന്റെ നെഞ്ചിനകത്ത് വെടിക്കെട്ട് നടക്കുമ്പോഴാ തൊള്ളയുടെ ഒരു സന്തോഷം.
അവള് സച്ചി എങ്ങാനും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഞാൻ വല്ല തീവണ്ടിയുടെ മുന്നിൽ ചാടി ചത്താ മതിയായിരുന്നു. അല്ല, മോളെന്താ ഒന്നും മിണ്ടാത്തെ? അത് പിന്നെ എങ്ങനെയായാലും അമ്മയുടെ പ്രാർത്ഥന ഫലിച്ചല്ലോ. എനിക്കിപ്പോഴാ മോളെ ജീവൻ നേരെ വീണത്. മോളെ ഞാൻ പിന്നെ വിളിക്കാം. ഉം. കാര്യങ്ങൾ വിശദമായിട്ട് പറയാനുണ്ട്. അപ്പൊ ശരിയേ, ഞാൻ വെക്കുവാ. സച്ചി അർച്ചനെ കണ്ടു കഴിഞ്ഞു. ഇനി ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മാഡം. വിശ്വസിക്കാതിരുന്നിട്ടൊന്നും കാര്യമില്ല മൂർത്തി. സച്ചി അർച്ചനയും തമ്മിൽ കണ്ടു എന്നുള്ളത് സത്യ. ഭീകരരൂപിയായ ഒരു സർപ്പത്തെ പോലെ അത് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുക. എന്തെങ്കിലും ചെയ്തേ പറ്റൂ മൂർത്തി. ഇല്ലെങ്കിൽ അത് എന്നെടുത്ത് വിഴുങ്ങും. ഒറ്റ കൈ പ്രയോഗം തന്നെ നടത്തിയേ പറ്റൂ. സച്ചി അങ്ങ് തീർത്തു കളയാം. പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടതാ. ഇനി അത് പറ്റില്ല. തീരുമാനിച്ച തീർത്തിരിക്കണം. അത് ഞാൻ ഏറ്റു മാഡം. എന്ത് റിസ്ക് എടുത്തും ഞാനത് ചെയ്തിരിക്കും.